ആഹാ, നീ എന്താടി ഒരു മുന്നറിയിപ്പില്ലാതെ? പാറു പാറു എന്താടി, എന്ത് പറ്റി? എല്ലാം തീർന്നു, എല്ലാം അവസാനിച്ചു. ഞാൻ സച്ചു എല്ലാം അവനെ ഐശ്വര്യ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത് ഞാനിങ്ങനെ തങ്ങി. എന്താ നീ എന്തൊക്കെയായി പറയണേ? ഇറങ്ങിയെന്നോ? ഞാൻ ഒളിച്ചോടി പോന്നു. എന്താടി നീ കാലിന്റെ വെച്ച് പറ. എന്ത് മണ്ടത്താണ് പെണ്ണിനെ കാണിച്ചേ? എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി ഇതാണ് എന്റെ ലൈഫ് എന്ന്. എന്നെ ആർക്കും വേണ്ട. നിനക്ക് പ്രാന്താണ്. എല്ലാം കുളമാക്കിയിട്ട് ഇങ്ങനെ മൂങ്ങിയ മതിയല്ലോ. ഇല്ല, ഞാൻ അവന്റെ ലൈഫിൽ നിന്ന് പോകുന്നതുകൊണ്ട് അവന് സമാധാനം കിട്ടുമെങ്കിൽ മാറിക്കൊടുക്കുന്നതല്ലേ നല്ലത്. നിന്നെ നശിപ്പിക്കുന്നത് നിന്റെ ഈ വാശിയാണ്. എടി, നീ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കാതെ ഇങ്ങനെയൊക്കെ പറയല്ലേ. നീ എന്തൊക്കെയാ കാട്ടി വെച്ചിരിക്കുന്നതെന്ന് നിനക്കറിയോ? എങ്ങോട്ടും ഇല്ലാതെ ആരോടും പറയാതെ ഒളിച്ചോടി പോന്നിരിക്കുന്നു. നിന്റെ വീട്, സച്ചുവിന്റെ വീട്, ആരൊക്കെ നിന്നെ അന്വേഷിക്കില്ലേ? സച്ചു വീട്ടിലെത്തുമ്പോ നിന്നെ കണ്ടില്ലെങ്കിൽ എന്താ? അവനൊരു ചുക്കം ഉണ്ടാവില്ല, അവന് ഐശ്വ ഉണ്ടല്ലോ. അനു, എനിക്കറിയാം നീ ഒരുപാട് വിഷമിച്ച് നിൽക്കുവാണെന്ന്. എന്നാലും ഐശ്വന് പറയാനുള്ളത് നിനക്ക് കേൾക്കാമായിരുന്നു. സച്ചിയേട്ടന് പറയാനുള്ളത് എന്താടി? നിനക്കതൊന്നും കേട്ടാ? ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുവല്ല, എന്നാലും അത് കേട്ടിരുന്നേ ചിലപ്പോ പ്രശ്നങ്ങൾ ഇവിടെ വരെ ചിലപ്പോ എത്തില്ലായിരുന്നു. മേ ബി. അതൊന്നും എനിക്ക് അറിയില്ല. എനിക്ക് അവനെ ഒരുപാട് ഇഷ്ടമാണ്. കൂടെ ഉണ്ടായാലും ഇല്ലെങ്കിലും എനിക്ക് അവനോടുള്ള സ്നേഹം അതുപോലെ തന്നെ ഉണ്ടാവും. അവൻ ഹാപ്പി ആയിരിക്കട്ടെ. നീ ഇല്ലാതെ അവൻ ഹാപ്പി ആവുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ എന്റെ ഏറ്റവും മോശം ടൈമില്ല. ഇനിയും ഞാൻ ഒറ്റക്ക് മുന്നോട്ട് പോയാ അത് കൂടുതൽ മോശമാവും. എനിക്കറിയാം, എനിക്ക് ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. പക്ഷെ അതെല്ലാം തിരുത്തി എനിക്കൊരു പുതിയ ജീവിതം തുടങ്ങണം. എല്ലാം മറന്ന്, എല്ലാരെയും മറന്ന് ഇനി ഒരു പുതിയ ലൈഫ്. വേദനകൾ, പരിഭവങ്ങളില്ലാത്ത പുതിയ ലൈഫ്. അനു, എങ്ങനെ ഉണ്ടടി? 2-3 കൊള്ളാടി. ശാപം. എടി, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കോപ്പേ, നല്ല ചൊങ്കൻ ചെക്കന്മാർ വരുമ്പോ ഈ കോൾമിയെന്ന്. ഓ എന്റെ പാറൂട്ടി, ദേഷ്യപ്പെടാതെ. ഇപ്പൊ ഒരു ചുള്ളൻ ജിമ്മൻ ചേട്ടൻ അകത്തേക്ക് പോയിട്ടുണ്ട്. ഞാനാണെ അവനെ വെയിറ്റ് ചെയ്തിരിക്കുക. ഓ, ഇനി അതിന്റെ ഒരു കുറവ് കൂടിയേ ഉള്ളൂ. അപ്പൊ നിന്റെ സച്ചുനെ നീ ഉപേക്ഷിച്ചോ? പിന്നെ എനിക്കൊരു ജീവിതം വേണ്ടേ? അങ്ങനെ ഇപ്പൊ ഐഫായിട്ട് സുഖിച്ച് ജീവിക്കുമായിരിക്കും. ഓ, ഇനി അതും പറഞ്ഞ് സങ്കടപ്പെടണ്ട. എന്തായാലും ഇന്ന് നീ പറഞ്ഞ ജിമ്മന്റെ ചോര കൂറ്റി കുടിച്ചിട്ട് തന്നെ കാര്യം. ദേടി വരുന്നുണ്ട്. അയ്യേ, അയാൾ നമ്മളെ നോക്കി സൈറ്റ് അടിച്ചേക്കുന്നു. നമ്മളെ പോലെ നല്ല ആടാണ് ഗേൾസിനെ കണ്ട ആരാട്ടി സൈറ്റ് അടിക്കാതെ? അത്രേ സംഭവിച്ചുള്ളൂടെ. അയ്യോടി, ഞാൻ പറയാവുന്ന കാര്യം മറന്നു. നിന്നെ എന്തി തിരക്കുന്നുണ്ട്. എന്തിന്? എനിക്കറിയൂല, ആകെ കലിപ്പിലാണ്. കിട്ടാനുള്ളത് ഇപ്പൊ മേടിച്ചിട്ട് വാ. നീയും ആ ഒരു കൂട്ടിന്. അയ്യടി മനമേ, ഒറ്റക്ക് പോയി വാങ്ങിയാ മതി. ഞാനില്ല, അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കുക കോപ്പൻ.
സാലറി വെട്ടിക്കുറക്കാൻ. ആ, ഞാൻ എന്തായാലും പോയി മേടിച്ചിട്ട് വരാം. എന്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല ഇമാതിരി പൊളിച്ച തെറി. ഇയാളൊക്കെ ആരാണോ MD ആക്കിയത്? തെണ്ടി. കിട്ടിയോ? ഓ, ബോധിച്ചു. എന്റെ സച്ചൂടെ ഉണ്ടായെങ്കിൽ ഒന്ന് ഓർത്തു പോവാ. എന്തിന്? എന്നിട്ട് മൂന്നാമത് തേച്ചുവിടാനോ ആ പാവത്തിന്? ആ പാവം എവിടെയും ജീവിച്ചു പോക്കോട്ടെ. അല്ലടി, സച്ചുണ്ടേ ഇവനെ ഇടിച്ചൊരു പരുവാക്കേനെ. ഡിഷ്യൂ. ഓ വേണ്ടായി, നീ അവനെ ഉപദ്രവിച്ചിടത്തോളം മതി, വിട്ടേക്ക്. ഓ, ഒടുക്കര നടുവേദന. നമുക്കിതങ്ങനെ നിർത്തിയാലോടി? ആ നിർത്താലോ. എന്നിട്ട് നിന്റെ വായിലോട്ട് ഉരുട്ടിക്കേട്ട റോഡിൽ പോയി തെണ്ട. ഇരിപ്പാറു, നീ എന്താ വന്നവിടെ മറിഞ്ഞു വീഴുന്നേ? ഇവിടുത്തെ പണിയൊക്കെ പിന്നെ ആരെടുക്കും? ആ എനിക്കറിയാൻ മേല. ഓ ശവം, ഇവിടെ പറഞ്ഞിട്ടും കാര്യമില്ല. ബെഡ് കണ്ട ഇവിടെ ശവമാ, ശവം. വേണ്ട, ഇനി ഓർക്കരുതൊന്നും. എല്ലാം അവസാനിച്ചു, എന്നേക്കുമായി. എന്താണ് ഭവതിയുടെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നത്? ഒന്നുമില്ല. നീ ഉരുണ്ട് കളിക്കണ്ട. നിന്റെ ഈ കളിയും ചിരിയൊക്കെ എന്നെ കാണിക്കാനാണെന്ന് എനിക്കറിയാം. മോളെ, ഞാനൊന്ന് ചോദിക്കട്ടെ? കാരണം പറയാതെ ഒന്നും കേൾക്കാൻ നിൽക്കാതെ നീ അവിടെ നിന്ന് അന്ന് ഇറങ്ങിപ്പോരുമ്പോ നിന്റെ നിമിഷം വരെ ഒരിക്കലെങ്കിലും നിന്റെ ആരെല്ലാമോ ആയിരുന്ന ആ മറുപാതയെ കുറിച്ച്, നിന്റെ സച്ചുവിനെ കുറിച്ച്, അന്ന് അവൻ അതിനുശേഷം ഏതവസ്ഥയിലായിരിക്കുമെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? നീ ഇറങ്ങിപ്പോയ ആ മാത്രയിൽ തന്നെ ജീവിതത്തിന്റെ അസ്തമയം ആരംഭിച്ച ആ മനുഷ്യനെ കുറിച്ച് ചിലപ്പോ അവന്റെ അവസാനത്തിന്റെ ആരംഭം അവിടെ വെച്ചായിരിക്കും. അറ്റ്ലീസ്റ്റ് നിനക്കൊരു റീസൺ പറഞ്ഞിട്ട് വരാമായിരുന്നു. ഇനി നിന്നെ കാത്തു നിൽക്കണ്ടെന്നോ മടുത്തെന്നോ എന്തെങ്കിലും. നീ ആലോചിച്ചു നോക്കൂ. നീ അന്ന് അവിടെ നിന്ന് ഓടിപ്പോന്നപ്പോ അവൻ വിളിച്ച ആ നിലവിളികൾ, അവന്റെ കരഞ്ഞ് കലങ്ങിയ കണ്ണുകൾ. ചിലപ്പോ അവന്റെ മനസ്സ് വീർപ്പ് മുട്ടുന്നുണ്ടാവും ഇപ്പോ. എന്നിട്ടും അവൻ നിന്നെ തേടി വരാത്തത്, നിന്റെ ജീവിതത്തിന്റെ മുന്നിൽ സഡൻ ബ്രേക്ക് ഇട്ട് വന്ന് നിൽക്കാത്തത് നിന്റെ ഹാപ്പിനെസ് കളയേണ്ടെന്ന് ഓർത്തിട്ടായിരിക്കും. അനു, നീ അന്ന് ഓടി പോന്നപ്പോ ഒരിക്കലെങ്കിലും നീ തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ നിനക്ക് കാണാൻ സാധിച്ചേനെ. എന്ത് ചെയ്യണമെന്നറിയാതെ കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായി നിന്നെ തന്നെ നോക്കി നിൽക്കുന്ന ആ പാവത്തിനെ. പാവമായിരുന്നില്ലേടി? നിങ്ങൾ രണ്ട് പെണ്ണുങ്ങളുടെ നടുക്ക് വീഴുന്നു വലയായിരുന്നില്ലേടി ആ പാവ മനുഷ്യൻ? അന്ന് അവന് പറയാനുള്ളത് ഒന്ന് പരസ്പരം കേട്ടിരുന്നെങ്കിൽ. പാറു, നീ എന്നെ കരയിക്കാതെ. എല്ലാം എന്റെ തെറ്റ, എല്ലാം. അവൻ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടാകും. അങ്ങനെ തന്നെ ഞാൻ വിശ്വസിക്കും. അങ്ങനെ വിശ്വസിക്കാൻ എനിക്കിഷ്ടം. നീ കരയണ്ട. ഇനി നീ അതൊന്നും ഓർക്കണ്ട. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ബ്രേക്കപ്പ് എപ്പോഴും മുറിവുകൾ മാത്രമേ തരുള്ളൂ. അത് അതിജീവിക്കാൻ പലപ്പോഴും മനുഷ്യന് കഴിഞ്ഞെന്ന് വരില്ല. അനു, ദേടി ഇന്നലെ നമ്മൾ വായി നോക്കിയവൻ. ശരിയാണല്ലോ. ഇനി ഇന്നലത്തെ പോലെ കാറി കയറാൻ നേരം നമ്മളെ സൈറ്റ് അടിച്ച് കാണിക്കുവോ? അങ്ങനെയാണെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ ഞാനൊരു ഫ്ലൈയിങ് കേസ് കൊടുത്തിരിക്കും. വഴിയെ പോകുന്നതൊന്നും ഏറ്റെടുക്കാൻ നമ്മളില്ലേ? ഓ, നെഗറ്റീവ് പറയാതടി ഓക്കെ. ദേടി പോന്നു, ഇന്ന് സൈറ്റ് അടിച്ചില്ല. ഇതെന്താ എല്ലാരും ഓഫീസിന് പുറത്തിറങ്ങി നിൽക്കുന്നേ? ഇനി എല്ലാത്തിനെയും പറഞ്ഞു വിട്ടാ കാലൻ. അയ്യേ, നിങ്ങളപ്പോ ഒന്നും അറിഞ്ഞില്ലേ? നമ്മുടെ MD മാറി, പുതിയ MD വരുവാ. അങ്ങനെ സ്വീകരിക്കാനാ എല്ലാരും വെയിറ്റ് ചെയ്യണേ. പുതിയ MDയോ? എന്നതൊന്ന് കാണണല്ലോ.
അയ്യോ ദേവി മറ്റേ ജീവൻ. പണി പാലും വെള്ളത്തേക്ക് എത്തുന്ന തോന്നണേ. അയാൾ എന്റെ പുറകെ മാറുന്നില്ലടി. ആ അനുഭവിക്കും. ഞാനിപ്പോ സിംഗിള, എനിക്ക് ഇതൊന്നും ബാധകമല്ല. ഹായ് ഗൈസ്, നിങ്ങളെന്താ എന്നെ കണ്ടിട്ടൊരു മൈൻഡില്ലാത്തെ? ഒന്നുമില്ലെങ്കിലും 2 ദിവസമായിട്ട് വായി നോക്കിയാണല്ലേ, ആ പരിചയം വെച്ചെങ്കിലും ഒന്ന് മിണ്ടിക്കൂടെ? അത് പിന്നെ സാർ ആളറിയാതെ. ഓഹോ, അപ്പോ ആളറിഞ്ഞിട്ട് നോക്കില്ലായിരുന്നോ? ആ എന്തായാലും ഇനി ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. കഷ്ടപ്പെട്ട് അവിടെ ഇവിടെ നിന്ന് വായി നോക്കണ്ട. അയ്യേ ഇതെന്ത് പോലെ, നീ ഒറ്റ വൃത്തി ഇതെല്ലാം ഉണ്ടാക്കിയേ. ഞാനോ? ആ നീ തന്നെ. നീ ആദ്യം അങ്ങേരെ കാണിച്ചു തന്നത് എന്നും പറഞ്ഞ് അങ്ങേരുടെ പുറകെ ഒലിപ്പിച്ചു പോകാൻ ഞാൻ പറഞ്ഞു. ഓ നീ എന്നോട് മിണ്ടണ്ട. അയ്യോ പിണങ്ങിയോ? പാറക്കുട്ടി പിണങ്ങല്ലേ, പാറക്കുട്ടി പിണങ്ങല്ലേ. ഓ ലീവായിട്ടൊന്ന് സുഖിച്ചുറങ്ങാൻ ഓർക്കുമ്പോ ആരാണ് ഈ ചെണ്ട കൊട്ടണേ? ഇതെന്താ ഈ വീട്ടിൽ പുതിയ താമസക്കാർ വന്നോ? സാധനങ്ങളൊക്കെ ഈ കയറ്റി വെക്കുന്നുണ്ടല്ലോ. പോട്ട് എന്തേലും ആവട്ടെ. ഇന്ത്യൻ അതിർത്തിയിലോട്ട് പാകിസ്ഥാൻ മിസൈൽ വിട്ടു. അവർ തന്നെ വെടിവെച്ചിട്ടു. വാട്ട്? ഈ പാകിസ്ഥാന്റെ ഒരു കാര്യം മന്ദബുദ്ധികൾ. കയറ്റുമതിക്കാരെ വെള്ളം കുടിപ്പിച്ച് ചൈന. ഈ കയറ്റുമതിക്കാർക്കൊക്കെ വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നാ പോലെ ഈ പാട് വല്ലതുണ്ടോ? ഐശു, നടക്കാൻ പ്രയാസമൊന്നും ഇല്ലല്ലോ? സച്ച് നാശം പിടിക്കാനായിട്ട് ഇവിടെ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? അവളെ പറഞ്ഞ എന്തിനാ? കൂടെ എന്റെ കെട്ടിയാനും ഉണ്ടല്ലോ. എല്ലാം ഇട്ടറിഞ്ഞ് പോയതല്ലേ. വീണ്ടും മനുഷ്യനെ ഭ്രാന്ത് പഠിപ്പിക്കാൻ വേണ്ടി ഇവരെന്തിനാ എന്റെ ജീവിതത്തിലേക്ക് കെട്ടിയെടുത്തേ? എങ്ങനെ ഇവളെ ശരിക്കും കെട്ടിയോ? വയർ. അപ്പോ ഇവൾ ശരിക്കും പ്രഗ്നന്റ് ആയിരുന്നല്ലേ? സച്ചു വന്ന് ഇവൾക്ക് വയ്യെന്ന് പറഞ്ഞത് ഇതുകൊണ്ടായിരുന്നല്ലേ? ഓ എന്തൊരു കെയർ ആയിരുന്നു. നിനക്ക് വേദനിച്ചോ? തടകി തരട്ടെ പട്ടി. എന്നെ ഭാര്യയാക്കി വെച്ചിട്ട് മറ്റൊരുത്തേക്ക് കൊച്ചിനെ കൊടുത്തിട്ട് എന്തൊരു അഭിനയമായിരുന്നു. ഇന്ന് ലീവ് എടുക്കണ്ടായിരുന്നു. ഓഫീസിൽ പോയിരുന്നെ എനിക്ക് ഈ കാഴ്ച കാണേണ്ടി വരുമായിരുന്നു. 7 മാസം കഴിഞ്ഞെങ്കിലും ഇവനെ ഇങ്ങനെയൊക്കെ മറ്റൊരുത്തിന്റെ കൂടെയൊക്കെ കാണുമ്പോ ചങ്കിന്റെ ഉള്ളിൽ എന്തോ ഒരു വേദന. അപ്പൊ ശരിക്കും അവൻ എന്നെ മറന്നു. ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. എങ്ങനെ നിനക്ക് എന്നെ ഇത്ര പെട്ടെന്ന് മറക്കാൻ പറ്റി? ഞാനല്ല ഉപേക്ഷിച്ചതല്ലേ. ഞാൻ എന്തിനാ അതൊക്കെ ചിന്തിക്കുന്നേ? ഓഹോ, അപ്പൊ ഇവരാണ് അടുത്ത വീട്ടിലെ താമസക്കാർ. ഇയാൾ എന്റെ കെട്ടിയോൻ തന്നെയാണോ? എന്നെ ഡിവോഴ്സ് പോലും ചെയ്തിട്ടില്ല, അവിടെ ജീവിതം തുടങ്ങി. ഉണക്ക കെട്ടിയോൻ. എന്നെ കാണാതെ പോയിട്ട് ഒന്ന് അന്വേഷിച്ചോ? അതെങ്ങനെ? കാമുകിക്ക് മാങ്ങ പറിച്ചു കൊടുക്കാനും മസാലദോശ വാങ്ങി കൊടുക്കാനും വേണ്ടി ഭാര്യ ഓർക്കാൻ എവിടെ നേരം? തെണ്ടി. ഓ എന്റെ സ്വസ്ഥത മുഴുവനും പോയി. ഡിയാനു, കുറെ നേരമായല്ലോ ഇതൊന്ന് അകങ്കടിക്കുന്നു. എന്താ കാര്യം? ഒന്നുമില്ല. എന്തോ ഉണ്ട്. നിന്റെ മുഖം കണ്ടാലേ അറിയാം. അണ്ടി എടുത്തോണ്ട് പോയ കൊരങ്ങനെ പോലെ. എന്താടി കാര്യം? നിന്നോട് കടിപ്പ എന്നെ മോളെ പറഞ്ഞ ഒന്നുമില്ലെന്നും നീ ആരാണ് നിന്റെ വിചാരം? എന്റെ മുമ്പിൽ കിടന്ന് കുറെ ഷോ കാണിച്ചതാണല്ലോ. ഞാനത് തളരുമെന്ന് വിചാരിച്ചാ നിനക്ക് തെറ്റി. ഇത് അനികയാ, അനിക. പിന്നെ നിനക്ക് ശരിക്കും അറിയില്ല. നീ കാണിച്ചതിന് എല്ലാം ചേർത്ത് ഞാൻ തകരുന്നുണ്ട്. നോക്കിക്കോട്ടെ പട്ടി. ഭഗവതി, എന്റെ ചിരി അവിടെ തന്നെ എന്തോ ആവോ. കാണാനില്ലല്ലോ. രണ്ടും കൂടി വീട്ടിൽ അടയിരിക്കുന്നു. ഐശ്വര്യനോടുള്ള ദേഷ്യം പാവം എന്റെ പാറക്കുട്ടിയോടെ തീർത്തേ. പാവം വിഷമിച്ചിരിക്കുകയായിരിക്കും ഇപ്പോ.
പാറക്കുട്ടി ഇണങ്ങല്ലേ, പാറക്കുട്ടി ഇണങ്ങല്ലേ. ശവം തിന്നുന്ന് ഇട്ട് നോക്ക്. അല്ലെങ്കിൽ ഒരു വിഷമിച്ചിരിക്കുള്ളൂ ചോദിച്ച എന്നെ വേണമെന്നല്ല. പാറു സോറി മോളെ, പെട്ടെന്നുള്ള ദേഷ്യത്തിൽ എന്തോ പറഞ്ഞു പോയതാ. നീ ഒന്നും പറയണ്ട, എനിക്കറിയാൻ കാര്യം. അതൊക്കെ നമുക്ക് സോൾവ് ആക്കാം. അപ്പൊ നീ അറിഞ്ഞായിരുന്നോ? നീ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് പോയില്ലേ, അത് കഴിഞ്ഞപ്പോഴാ നിന്റെ പ്രോബ്ലം എനിക്ക് മനസ്സിലായി. നീ വിഷമിക്കണ്ട, എല്ലാത്തിനും ഞാൻ വഴി കണ്ടിട്ടുണ്ട്. ഇനി എങ്ങനെ പരിഹരിക്കാനാ? ഇനി ഒന്നും നടക്കില്ല. ഞാനല്ലേ പറയുന്നേ, എല്ലാം സെറ്റാക്കാം. എങ്ങനെ? എന്റെ ഡാഡിയുടെ പരിചയത്തിൽ ഒരു ഡോക്ടറുണ്ട്. ഞാൻ ഈ നമ്പർ വാങ്ങി വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ് നമുക്ക് അങ്ങനെ വിളിച്ച് കാര്യമൊക്കെ പറയാം. നീ എന്തൊക്കെ പറയണേ? എന്റെ പ്രശ്നത്തിന് ഡോക്ടർ എന്തിനാ? എടി, ഇപ്പൊ നിന്റെ മനോനില തെറ്റിയിരിക്കുക. എന്റെ ഊഹാഭോഗത്തിൽ ഇത് സെക്കൻഡ് സ്റ്റേജ് ആണെന്നാ തോന്നുന്നേ. നീ പറഞ്ഞു വരുന്നത് എനിക്ക് ഭ്രാന്താണെന്നാണോ? അല്ല, ചെറിയൊരു വട്ട്. കുട്ടിക്കൊന്നുമില്ല. പട്ടി വട്ടിന്റെ തന്തക്ക് ദാഷമോളെ. അനു, എടി പറയടി, എന്താ കാര്യം? നീ ഇത്രക്ക് ചാടിത്തുള്ളാനായിട്ട്? എടി, നീ അല്ലേ പറഞ്ഞത് അവൻ ഞാനില്ലാതെ ഹാപ്പി ആവില്ലെന്ന്? പോയി നോക്ക്, അപ്പുറത്തെ വീട്ടിൽ ഇരിപ്പുണ്ട് അവനും അവന്റെ കെട്ടിയോൾ ഐസു. ഞാൻ ഒന്ന് ഇറങ്ങി പോകുന്നത് സൗകര്യം രണ്ടിനും. സച്ചു അപ്പുറത്തോ? അയ്യോ, അവരെന്താ ഇവിടെ? എനിക്കൊന്നും അറിയില്ല. ഇവരുടെ വീടുണ്ടല്ലോ, ഇവിടെ അവിടേക്കൊക്കെ താമസിപ്പിച്ചൂടെ? അച്ഛനും മായ ഒന്നും സമ്മതിച്ചു കാണില്ല. നീ ഒന്ന് വെറുതെ ഇരി. ഈ ഓവർ തിങ്കിങ് ആണ് നിന്നെ ഇപ്പോഴും കുഴിച്ചടിക്കുന്നത്. ഡീ, ചിലപ്പോ നീ നിന്നെ തിരക്കി വന്നതാണെങ്കിലോ? എന്നാ ഇങ്ങോട്ടല്ലേ വരണ്ടേ? അതും ശരിയാ. എടി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? വല്ല വട്ടത്തരാണ് എനിക്ക് കേൾക്കണ്ട. ഇത് വട്ടത്തരല്ല. എന്താണെങ്കിലും വളച്ചുകെട്ടില്ലാതെ പറ. അതെ, സച്ചേട്ടനെയും ഇപ്പൊ പിരിഞ്ഞിട്ട് 7 മാസമായില്ലേ? എന്ന് വെച്ച് ഡിവോഴ്സ് ആയിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് നിന്റെ സച്ചേട്ടനും അവരുടെ എക്സ് ലവറും ഒരു വീട്ടിൽ, ഇനി ചിലപ്പോ ഒരു മുറിയിൽ. അയ്യോ, നീ ടെൻഷൻ ആവല്ലേ? ഒരു വീട്ടിലാണെങ്കിലും അവിടെ 2 റൂമിലായിരിക്കും, ഉറപ്പാ. ഇല്ല ഇല്ല ഇല്ല, എനിക്കിനി ഇവിടെ സമാധാനത്തിൽ ഇരിക്കാൻ പറ്റില്ല. നീ പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? നീ കളഞ്ഞിട്ട് പോന്നതല്ലേ, ഇനി നിനക്ക് എന്ത് അവകാശമാ സച്ചേട്ടനുള്ളേ? ഈ താലി ഇതാ അവന്റെ മേലുള്ള എന്റെ അവകാശം. നീ എന്തിനാ കത്തിയൊക്കെ എടുക്കുന്നേ? ഈ അനുവിനെ അറിയില്ല. ആര്യനെ എല്ലാത്തിനും കാരണം അവളാ ആയിഷു. ഞാൻ പോന്നിട്ടോ ഇത്രക്കണി പോലെ എന്റെ സച്ചുവിനെ അള്ളി പിടിച്ചിരിക്കുക. ഇന്നാ ഇത്രക്കണി ഞാൻ മുറിക്കും ആര്യനെ പാടാനെന്ന പോലെ. ആരാ? നിനക്ക് വീട് മാറിയെന്നാ തോന്നുന്നേ. ഇല്ലടി, ഞാൻ കണ്ടതാ. അവളെ താങ്ങി പിടിച്ച് എന്റെ കെട്ടിയാൻ പോണേ. ആരാ നിങ്ങളൊക്കെ? എന്താ വേണ്ടേ? എന്റെ നീലി, ഇനി ഞാൻ കണ്ടത് പോലെ സ്വപ്നമാണോ? പിന്നെ പത്രം വായിക്കുമ്പോഴല്ല സ്വപ്നം കാണുന്നേ. ഹലോ, നിങ്ങളോടാ ചോദിച്ചത് ആരാന്ന്. ആക്ച്വലി ചേട്ടാ, ഞങ്ങൾ നെയ്ബേഴ്സാ. നിങ്ങൾ പുതിയ താമസക്കാരല്ലേ, ഒന്ന് പരിചയപ്പെടാൻ വന്നതാ. ഈ കറിക്കത്തിയും കൊണ്ടോ? അടിപൊളി പരിചയപ്പെടലാണല്ലോ. ഇവിടെയൊക്കെ ഇങ്ങനെ പരിചയപ്പെടുന്നേ? അത് പിന്നെ കത്തി പടവലങ്ങേരിയ. അത് പിന്നെ ചേട്ടാ, ഞങ്ങൾ കറിക്കരിഞ്ഞിരിക്കുമ്പോഴാണ് ഇവിടെ പുതിയ താമസക്കാർ വന്നതറിഞ്ഞത്. എക്സൈറ്റ്മെന്റ് കൂടി പോയതുകൊണ്ട് കത്തി താഴെ വെക്കാൻ പറ്റിയില്ല. ചേട്ടന്റെ പേരെന്താ? ഞാൻ പാർവതി. ഇവിടെ അടുത്ത് ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുക. ചേട്ടനോ? ഞാൻ സായി. ഇവിടെ അടുത്തൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുക. അടിപൊളി. ഇനി ആ സത്യം അറിഞ്ഞില്ലെങ്കിൽ ഞാനിവിടെ തലകറങ്ങി വീഴും. പിശാചി, ഞാനിവിടെ പ്രാണവേദന എടുക്കുമ്പോ ഇയാളുടെ ജാതകം വരെ തോണ്ടുക. കോഴി മാറിക്കടി. ചേട്ടൻ ഒറ്റക്കാണോ താമസം? അല്ല, വൈഫും എന്റെ ഒരു ഫ്രണ്ടും ഉണ്ട്. അയ്യേ, ഇങ്ങനെ കെട്ടിയതാ, വെറുതെ എന്റെ ടൈം വേസ്റ്റ് ആയി. വൈഫോ? ഇനി ആയിഷു ഇയാളുടെ കെട്ടിയോളാണോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എന്താ ചേട്ടന്റെ വൈഫിന്റെ പേര്? ഐശ്വര്യ. അമ്മേ, അങ്ങനെ നാശം ഇങ്ങേരുടെ തലയിലായി. ഒരു ഫ്രണ്ടും കൂടെ ഉണ്ടെന്നല്ലേ പറഞ്ഞേ? അത് ചിലപ്പോ സച്ചു ആയിരിക്കും. അപ്പോ ഞാൻ ഇനിയും എന്തൊക്കെയോ അറിയാൻ കിടക്കുന്നു എന്നർത്ഥം. അല്ലെങ്കിൽ എനിക്കറിയാം എന്റെ സച്ചുവിനെ. എന്നെ മറന്ന് വേറെ വൃത്തി കിട്ടാനുള്ള വൃത്തിയിട്ട മനസ്സൊന്നും എന്റെ സച്ചുവിനില്ല. ആരാണ് അവിടെ? സച്ചുവിന്റെ ശബ്ദം.
എത്ര നാളെ നേരിലൊന്ന് കണ്ടിട്ടും എന്നെ ഇവിടെ പ്രതീക്ഷിച്ച് കാണില്ല. എന്നെ പെട്ടെന്ന് കാണുമ്പോൾ സന്തോഷം കൊണ്ട് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയെങ്കിലും തരാതെ ഇരിക്കില്ല. ആ സച്ചി, അടുത്ത വീട്ടിലെ താമസക്കാരാ, നമ്മളെ പരിചയപ്പെടാൻ വന്നതാ. ഇങ്ങനെ എന്താ അണ്ടി വിഴിഞ്ഞ അണ്ണനെ പോലെ നിൽക്കുന്നേ? എടോ, ഞാനാ തന്റെ ഒറിജിനൽ കെട്ടിയോളൂ. എന്റെ നീലി 7 മാസം കൊണ്ട് എന്റെ മുഖവും ഇയാൾ മറന്നു. ഇവരൊക്കെ ആരാടാ? ഞങ്ങളെ അറിയില്ലല്ലേടാ കാലമാട നിനക്ക്. നിന്റെ കെട്ടിയവളാ പട്ടിന്. ആ എടാ, ഇത് പാർവതി. പിന്നെ ഇത്, അയ്യോ തന്റെ പേര് പറഞ്ഞില്ലല്ലോ, എന്തായിരുന്നു പേര്? ആനിക. ആന ഒന്ന് വിളിക്കും. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ, പിന്നെ വരാം.